എല്ലാ ക്വസ്റ്റ്യൻസും ഒരു കൃത്യമായിട്ടുള്ള പാറ്റേണിലേ വരാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ഒരു 350 പേജുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ അതൊരു 50-60 പേജ് പഠിച്ചാൽ തന്നെ 80% ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്, എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. ഒന്ന് നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള ഭാഗത്തിൽ എല്ലാ വർഷവും റെഡിമെയ്ഡ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഇതിലെ ആദ്യത്തെ സെക്ഷൻ കേട്ടിട്ടില്ലെങ്കിലും, അഥവാ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ നോക്കി പോകുന്ന ആ ഒരു സെക്ഷൻ കേട്ടിട്ടില്ലെങ്കിലും രണ്ടാമത്തെ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കേൾക്കണം. കാരണം അതിൽ എല്ലാ വർഷവും റെഡിമെയ്ഡ് ആയിട്ട് വരാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ പാറ്റേണുമാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും കേൾക്കണം. കാരണം അതെന്താണ്, കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയുന്ന ആ ഒരു ഭാഗമാണ് അത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തരത്തിൽ എല്ലാ വർഷവും കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ കുറച്ച് മാത്രം എഴുതാനുണ്ടാവുള്ളൂ. പക്ഷെ അതിനെന്താണ്, എല്ലാ മാർക്കിനും എല്ലാ ക്വസ്റ്റ്യൻസിനും 20 മാർക്കുള്ള സിമ്പിൾ ആയിട്ട് 20 മാർക്ക് നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗം കൂടിയാണത്. അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സെക്ഷൻ കേൾക്കുന്നില്ലെങ്കിലും രണ്ടാമത്തെ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കേൾക്കണം. നമുക്ക് ഈ ചാപ്റ്റർ ഒന്നാം സെക്ഷൻ ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ഡിസ്കഷനിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ പരീക്ഷയായിട്ടുള്ള അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫസറിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് ഏതൊക്കെ ചാപ്റ്ററിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കി പോവേണ്ടത് എന്ന് നമുക്ക് നോക്കി പോവാം. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അത്തഹിയ്യത്തു വത്തആറുഫ്, ഈ ഒരു പാഠങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാഠങ്ങൾ പ്രധാനമായിട്ടും ഒരു ടെക്സ്റ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആ ടെക്സ്റ്റിന് ശേഷം ഒരു കോൺവെർസേഷനും കൊടുത്തിട്ടുണ്ടാവും. ഈ ടെക്സ്റ്റിലും ഈ കോൺവെർസേഷനിലും പറയുന്നത് ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ തന്നെ മതിയാകുന്നതാണ്. പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് ടെക്സ്റ്റ് ആണ്. കോൺവെർസേഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം പരീക്ഷയ്ക്ക് ചോദ്യം വരികയാണെങ്കിൽ തന്നെ ടെക്സ്റ്റ് ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അതുകൊണ്ട് ആ ടെക്സ്റ്റ് നോക്കുക, കോൺവെർസേഷൻ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ടെക്സ്റ്റ് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഈ ഒരു ടെക്സ്റ്റിൽ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് പറഞ്ഞു പോവാം. ഏതായാലും ഈ ഒരു ടെക്സ്റ്റിലൊക്കെ ഒരു ആശയം നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. അഥവാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ ചാപ്റ്ററിന്റെയും ക്ലാസ് എടുത്തുകൊണ്ട്, ആ ക്ലാസ് യൂട്യൂബിലൊക്കെ ഉണ്ടാകും, ആ ക്ലാസ് എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. സമയമില്ലെങ്കിൽ 2x ഇട്ടാണ്ട് കേട്ട് നോക്കിയാൽ മതിയാവും. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എല്ലാം എങ്ങനെയാണോ പഠിക്കേണ്ടത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആദ്യത്തിൽ തുടക്കത്തിൽ കാണുന്ന ഈ ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റുകളൊക്കെ അതിൻ്റെ ഒരു ചെറിയ ആശയം ക്ലാസ് കേട്ട് മനസ്സിലാക്കി വെക്കുക. അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അതിന് ശേഷം വരുന്ന ആ ഒരു കോൺവെർസേഷൻ പൂർണ്ണമായിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു എക്സസൈസുകളാണ്. എല്ലാ പാഠത്തിന്റെയും എക്സസൈസുകളിൽ നിന്ന് നിശ്ചിത ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ എക്സസൈസ് ആയിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നോക്കി വെച്ചിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം കൊടുക്കും. സിമ്പിൾ ആയിട്ടുള്ള ഭാഗം തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ആ ടെക്സ്റ്റ് കൊടുത്തതിന് ആ ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്നാൽ അതിന്റെ ആൻസർ എഴുതിയാൽ മതിയാകും. അപ്പോൾ അറബി വായിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ടുകൊണ്ട് ആ ഒരു ടെക്സ്റ്റിന്റെ ആശയം മനസ്സിലുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് വായിച്ച് മനസ്സിലാക്കാനും ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനും കഴിയും. അതേപോലെ തന്നെ ടെക്സ്റ്റ് എന്നാണ്ട് വേർഡുകൾ എടുക്കാനും അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്നാണ്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു ഭാഗം വിശദീകരിച്ച് പറയാം. അതുകൊണ്ട് ആദ്യമായിട്ട് പ്രധാനമായിട്ട് നോക്കേണ്ടത് എല്ലാ പാഠത്തിലുള്ള എല്ലാ യൂണിറ്റിലുള്ള ടെക്സ്റ്റുകളുടെയും ചെറിയ രീതിയിൽ ആശയം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനത്തിന്റെ ആവശ്യമില്ല. പിന്നീട് അടുത്തതായിട്ടുള്ളതാണ് ഈ ഒരു ഇംലായിൽ ഫറാ എന്നുള്ള ഒരു തംബ്രീന നിങ്ങൾ കാണുന്നുണ്ടാവും, എക്സസൈസ് കാണുന്നുണ്ടാവും. അഥവാ അടിയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പാസേജുകൾ, ആ ഒരു സെന്റൻസുകളിൽ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാനുള്ളതാണ്. എല്ലാ എക്സാമിനും, എല്ലാ വർഷത്തെ എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും ഇത്തരത്തിലുള്ള ഏകദേശം 5 സെന്റൻസുകൾ ഇത്തരത്തിൽ പൂരിപ്പിക്കാനായിട്ടുള്ളത് ഉണ്ടാകും. ആ എല്ലാ യൂണിറ്റുകളിലെയും ഈ ഒരു പൂരിപ്പിക്കാനുള്ള ഭാഗം എടുത്ത് പഠിച്ചു വെക്കണം. അതിനെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് എല്ലാ യൂണിറ്റിലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു ഫിൽ ദ ബ്ലാങ്ക് എക്സസൈസുകൾ എടുത്തുകൊണ്ട് എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് അതിന്റെ ആൻസറുകളും വിശദീകരിച്ചു കൊണ്ടിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്സാം ടിപ്പിന്റെ ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ് കാണാൻ കഴിയും. ഏതായാലും അത് മനസ്സിലാക്കി വെക്കുക. എല്ലാ പാഠത്തിലും എല്ലാ ചാപ്റ്ററുകളിലെയും ഫിൽ ദ ബ്ലാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും തുടർച്ചയായിട്ട് ചോദ്യം വരാറുണ്ട്. അത് പഠിക്കാനാണെങ്കിൽ വളരെയധികം സിമ്പിളുമാണ്. അതുപോലെ തന്നെ വളരെ മുഖ്യമായിട്ടുള്ള മറ്റൊന്നാണ് ജുംല ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അഥവാ നിങ്ങൾ അടി നോക്കി മനസ്സിലാകും, ചില വാക്കുകൾ കൊടുത്തുകൊണ്ട് ആ വാക്കുകൾ വെച്ചുകൊണ്ട് ജുംല ഉണ്ടാക്കാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പാഠഭാഗം എന്നുള്ള വാക്കുകൾ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കുകൾ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ആ വാക്കുകൾ നിങ്ങൾ നോക്കിയാണ്ട് ആ വാക്കുകളുടെ അർത്ഥം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ക്ലാസിന്റെ അവസാന ഭാഗങ്ങളിലൊക്കെ എക്സസൈസുകളെ കുറിച്ച് നമ്മൾ പറയുന്ന ഭാഗത്ത് ഈ വാക്കുകളുടെ അർത്ഥവും അതേപോലെ തന്നെ ഈ വിട്ടുഭാഗം പൂരിപ്പിക്കലൊക്കെ നമ്മൾ ക്ലാസിന്റെ അവസാനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അപ്പോൾ ഈ ഒരു വാക്കുകളുടെ അർത്ഥമൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നോക്കിയാലും മതിയാവും. അല്ലെങ്കിൽ ട്രാൻസ്ലേഷനിൽ വെച്ചാണ്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റർ വെച്ചാണ്ട് ഈ ഒരു വാക്കുകളുടെ അർത്ഥം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് ജുംല ഉണ്ടാക്കാൻ അഥവാ സെന്റൻസുകൾ ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു എക്സസൈസ് നമുക്ക് നോക്കാൻ വേറെ ഒന്നുമില്ല.
പിന്നെ ഇവിടെ ശരിയോ തെറ്റോ നോക്കാനുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അഥവാ എല്ലാ പാഠന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് എല്ലാ ടെക്സ്റ്റുകളുടെയും ആശയം മനസ്സിലാക്കി വെക്കുക, അതേപോലെ തന്നെ ഫിൽ ദ ബ്ലാങ്ക് എക്സസൈസുകൾ നോക്കുക, ജുംല ഉണ്ടാക്കാനുള്ള സെന്റൻസ് ഉണ്ടാക്കാനുള്ള വാക്കുകളുടെ അർത്ഥം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ 4ാം യൂണിറ്റ് മുതൽ അസിയാദു തിബിയ എന്നുള്ള 4ാം യൂണിറ്റ് മുതൽ ഒരു പുതിയ എക്സസൈസ് കൂടെ വരുന്നുണ്ട്, അഥവാ മാച്ച് ദ ഫോളോയിങ്. 2 കളികളിൽ നിന്ന് മാച്ച് ആയതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് കൂടെ വരാറുണ്ട്. ആ എക്സസൈസും ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ്. ഏതായാലും ഈ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് 1ാമത്തെ ടെക്സ്റ്റിന്റെ ഭാഗത്തിൽ ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ 2ാമത്തെ ടെക്സ്റ്റ് 3ാമത്തെ ടെക്സ്റ്റ് ഒക്കെ അപ്രകാരം തന്നെയാണ്. ഈ ടെക്സ്റ്റുകളൊന്നും വായിച്ച് കഷ്ടപ്പെടേണ്ടതില്ല. ഈ ടെക്സ്റ്റുകളിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുമില്ല. മറിച്ച് ഈ ഒരു ടെക്സ്റ്റുകളുടെ ആശയം ജസ്റ്റ് ഒന്ന് ക്ലാസ് കേട്ടി മനസ്സിലാക്കി വെക്കുക. വായിച്ച് നോക്കണം എന്ന് പോലും ഇല്ല. പക്ഷേ എല്ലാ ടെക്സ്റ്റുകളുടെയും ശേഷമുള്ള ആ ക്വസ്റ്റ്യൻ ആൻസറുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, ആ ഒരു ജുംല ഉണ്ടാക്കാനുള്ള വേർഡുകൾ നോക്കുക, അതേപോലെ തന്നെ ഫിൽ ദ ബ്ലാങ്ക് നോക്കുക. എല്ലാ ടെക്സ്റ്റിന്റെയും ശേഷം ഫിൽ ദ ബ്ലാങ്കും അതേപോലെ തന്നെ സെന്റൻസ് ഉണ്ടാക്കാനുള്ള വാക്കുകൾ ഉണ്ടാകും. അത് രണ്ടും നോക്കി പോവുക. പിന്നീട് ഈ ഒരു യൂണിറ്റ് അവസാന ഭാഗത്ത് ലിസൺ ആൻഡ് റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ഒരാളോട് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തഹയ്യത്ത് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പിരിയുമ്പോൾ എന്താണ് പറയേണ്ടത്, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 1ാമത്തെ യൂണിറ്റിൽ നിന്നുള്ളത്. അഥവാ ടെക്സ്റ്റ് വായിച്ച് നോക്കുക, ടെക്സ്റ്റിന്റെ ആശയം മനസ്സിലാക്കി വെക്കുക, അതേപോലെ തന്നെ ഫിൽ ദ ബ്ലാങ്ക് നോക്കുക, അതേപോലെ ജുംല ഉണ്ടാക്കാനുള്ള വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. പിന്നെ അവസാനത്തെ ആ ഒരു ലിസൺ ആൻഡ് റിപ്പീറ്റ് എന്നുള്ള ഭാഗം നോക്കുക. 2ാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ അൽ-ലുഗത്തുൽ അറബിയ. അൽ-ലുഗത്തുൽ അറബിയ എന്നുള്ളതിലുള്ള ടെക്സ്റ്റുകൾ എന്ത് ചെയ്യുക, അതിന്റെ ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഈ ലുഗത്തുൽ അറബിയെ കുറിച്ച് എല്ലാ അധിക വർഷങ്ങളിലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അറബി ഭാഷയെക്കുറിച്ച്, അതേപോലെ തന്നെ മോഡേൺ കാലത്ത് ആധുനിക കാലത്തുള്ള അറബി ഭാഷയുടെ അവസ്ഥയെക്കുറിച്ച്, ഇന്ന് കാലത്ത് അറബി ഭാഷ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് അതൊക്കെ ഒരു ടെക്സ്റ്റിന്റെ ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, അതിന്റെ ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറില്ല, മറിച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പോൾ ഈ ഒരു 3 ടെക്സ്റ്റുകളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. എല്ലാ ഭാഗത്തും 3 ടെക്സ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ 3 ടെക്സ്റ്റുകളും അതിന്റെ ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എസ്സേ എഴുതി കൊടുത്താൽ മതിയാകും. എസ്സേ എഴുതുന്ന സമയങ്ങളിലൊക്കെ പരമാവധി വലിച്ച് എഴുതുക. കൂടുതൽ പേജുകൾ നിറക്കാനും നോക്കേണ്ടതുണ്ട്. ഇവിടെ 1ാമത്തെ ടെക്സ്റ്റിൽ അറബി ഭാഷയെക്കുറിച്ചും 2ാമത്തെ ടെക്സ്റ്റിൽ അറബി ഭാഷ പഠിക്കുന്നതിനുള്ള ഉപയോഗങ്ങളെക്കുറിച്ചും 3ാമത്തെ ടെക്സ്റ്റിൽ അറബി ഭാഷ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ടെക്സ്റ്റിന്റെയും ആശയം മനസ്സിലാക്കി വെക്കുക. ഈ ഒരു 3 ഭാഗത്തും എസ്സേ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എസ്സേ എഴുതാൻ കഴിയുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ആശയം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ അതിനുശേഷമുള്ള ഫിൽ ദ ബ്ലാങ്ക്സ് നോക്കി വെക്കുക. അതേപോലെ ആ ഒരു ജുംല ഉണ്ടാക്കാനുള്ള വാക്കുകളും നോക്കി വെക്കുക. അതോടുകൂടെ 2ാമത്തെ യൂണിറ്റും കഴിഞ്ഞു. പിന്നെ 3ാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ അൽ ജാമിയ അഥവാ കോളേജുകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ഇതിൽ ആദ്യത്തെ ടെക്സ്റ്റിൽ ഫവായിദു തഅലീമുൽ ജാമിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ഒക്കെ ആശയം മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. നമ്മുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഭാഗങ്ങളൊക്കെ പഠിക്കേണ്ട രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ പഠിക്കാനും കഴിയും. അതേപോലെ തന്നെ 2ാമത്തെ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള കോളേജുകളെ കുറിച്ചാണ് നോക്കാനുള്ളത്. ആ ഇന്ത്യയിലുള്ള കോളേജുകളെ കുറിച്ചുള്ള അതിന്റെ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. 3ാമത്തേതിൽ ജാമിയത്തി എന്ന് പറഞ്ഞാണ്ട് ഷക്കീൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ കോളേജിനെ കുറിച്ചാണ് പറയുന്നത്. അത് ജസ്റ്റ് കേട്ട് വെച്ചാൽ മതിയാകും. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ആ 3ാമത്തെ ടെക്സ്റ്റ് തീരെ ഇമ്പോർട്ടൻ്റ് അല്ല. അതേപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളിലേക്ക് ആശയം മനസ്സിലാക്കി വെക്കുക. ശേഷമുള്ള ഫിൽ ദ ബ്ലാങ്ക് നോക്കി വെക്കുക. അതിന്റെ ശേഷമുള്ള ജുംല ഉണ്ടാക്കാനുള്ള വാക്കുകളും നോക്കി വെക്കുക. ഇതോടുകൂടെ 1ാമത്തെ ബ്ലോക്ക് അവസാനിച്ചു. ഇനി 2ാമത്തെ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫസിയിലെ 2ാമത്തെ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ യൂണിറ്റ് 4ാമത്തെ യൂണിറ്റ് അസിയാദു തിബിയ എന്നുള്ളതാണ്. ഈ ഒരു യൂണിറ്റ് മുതൽ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ട ഭാഗങ്ങളാണ്. അഥവാ ഇതിലുള്ള ടെക്സ്റ്റുകളുടെ ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിലുള്ള ടെക്സ്റ്റുകളിലെ എല്ലാ ടെക്സ്റ്റുകളും കൂട്ടിയിട്ടാണ് എക്സൈ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അഥവാ സിയാദു തിബിയെ കുറിച്ച് അഥവാ മെഡിക്കൽ ടൂറിസത്തെ കുറിച്ച് ഒരു എസ്സേ എഴുതുക, അത്തരത്തിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അതുകൊണ്ട് ഈ ടെക്സ്റ്റുകളുടെ ആശയം മനസ്സിലാക്കി വെക്കുക. ഇവിടെയും ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇതിനുശേഷം ഈ ഒരു ഫിൽ ദ ബ്ലാങ്ക്സ് വരാറുണ്ട്. അതേപോലെ നിങ്ങൾ ആ ഒരു ടെക്സ്റ്റിന്റെ ശേഷം നോക്കി കഴിഞ്ഞാൽ അഥവാ ഈ ഒരു 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ടെക്സ്റ്റിന് ശേഷം നോക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഉള്ളതാണെങ്കിൽ ഇതിൽ 6ാമത്തെ എക്സസൈസ് നോക്കുകയാണെങ്കിൽ മാച്ച് കോളം എ വിത്ത് കോളം ബി എന്ന് പറയുന്ന ഒരു എക്സസൈസ് കാണാൻ കഴിയും. ഇതിൽ താഴെ കൊടുത്തിട്ടുള്ള 2 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്, കോളം എയും കോളം ബിയും. ഈ ഒരു ഇത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന് ശേഷമുള്ള അഥവാ 4ാം യൂണിറ്റ് മുതൽ അവസാനത്തെ യൂണിറ്റ് വരെ ഇത്തരത്തിലുള്ള മാച്ച് ദ ഫോളോയിന്റെ എക്സസൈസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിന് മുമ്പേക്കില്ല. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് എല്ലാ യൂണിറ്റുകളുടെയും മാച്ച് ദ ഫോളോയിങ് മിക്സ് ചെയ്തുകൊണ്ട് അതിന്റെ ഉത്തരങ്ങളും അതിന്റെ ആൻസറുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്സാം ടിപ്പിന്റെ ആ ഒരു ഭാഗത്ത് ആ ഒരു ക്ലാസ്സും കിട്ടും. അപ്പോൾ അതെന്താണ് ആ ക്ലാസ് നിർബന്ധമായിട്ടും കേൾക്കണം. കാരണം എല്ലാ വർഷവും ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാ വർഷവും കൃത്യമായിട്ട് വരാറുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഈ ഒരു ഫിൽ ദ ബ്ലാങ്കും അതേപോലെ തന്നെ ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങും. അതുകൊണ്ട് എല്ലാ വർഷവും 20 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് നോക്കി പോകണം. കാരണം വളരെ കുറച്ച് മാത്രം പഠിച്ചാണ്ട് സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ഭാഗമാണിത്.
അങ്ങനെ പോയി എല്ലാ ടെക്സ്റ്റുകളുടെയും ആശയങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ അതിനുശേഷമുള്ള ഫിൽ ദ ബ്ലാങ്ക്സ് നോക്കുക. അതിനുശേഷമുള്ള മേക്ക് ദ ഫോളോയിങ്ങും ജുംല ഉണ്ടാക്കാനുള്ള സെന്റൻസ് ഉണ്ടാക്കാനുള്ള വാക്കുകളുടെ അർത്ഥവും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ എല്ലാ യൂണിറ്റുകളുടെയും അവസാനത്തിൽ ഒരു ലിസൺ ആൻഡ് റിപ്പീറ്റ് എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പാഠത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അത് വായിച്ചു നോക്കാം, വായിച്ചു നോക്കാതിരിക്കാം. ഒന്നാമത്തെ യൂണിറ്റിൽ ആ ഒരു ലിസൺ റിപ്പീറ്റ് ഒന്നുകൂടെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ള യൂണിറ്റുകളൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയി കാണുന്നില്ല. അഞ്ചാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ബുൽദാനുൽ ഖലീജ അഥവാ ഗൾഫ് കൺട്രികളെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ഇതിലെ ടെക്സ്റ്റുകളുടെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മൊത്തത്തിലാണ് എസ്എ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് എസ്എ എഴുതുക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിലുള്ള കോൺവെർസേഷൻ നോക്കി സമയം കളയരുത്. അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന ഫിൽ ദ ബ്ലാങ്ക്സ് നോക്കുക. അതേപോലെ അതിനുശേഷം വരുന്ന മേക്ക് ദ ഫോളോയിങ്ങും സെന്റൻസ് ഉണ്ടാക്കാനുള്ള വാക്കുകളുടെ അർത്ഥങ്ങളും മനസ്സിലാക്കി വെക്കുക. ഇതിൽ രണ്ടാമത്തെ ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും ഓരോ സൗദി അറേബ്യൻ രാജ്യങ്ങളെ കുറിച്ചും, സൗദി, ഖത്തർ, കുവൈത്ത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക എന്നല്ലാതെ പഠിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക. അതേപോലെ തന്നെ മൂന്നാമത്തെ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ കുവൈത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ഖത്തറിനെ കുറിച്ചും GCC കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ GCC കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചാൽ നന്നായിരിക്കും. അത് കാരണം നമ്മൾ ഈ ഗൾഫ് കൺട്രിയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് GCC കുറിച്ചുകൂടെ എഴുതുന്നത് നന്നായിരിക്കും. അതേപോലെ ഈ മൂന്ന് ടെക്സ്റ്റിന്റെ ആശയം മനസ്സിലാക്കി വെക്കുക. ശേഷമുള്ള കോൺവെർസേഷനും കാര്യങ്ങളും നോക്കി സമയം കളയരുത്. അതേപോലെ ഈ ഒരു ഫിൽ ദ ബ്ലാങ്ക്സും മേക്ക് ദ ഫോളോയിങ്ങും സെന്റൻസ് ഉണ്ടാക്കാനുള്ള വാക്കുകളും നോക്കി വെക്കുക. പിന്നീട് അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ അഥവാ ആറാമത്തെ യൂണിറ്റ് മദീനത്ത് ഡൽഹിയെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. ഇതിലുള്ള ഫസ്റ്റ് ടെക്സ്റ്റ് അതിന്റെ ഒരു ആശയം മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റുകളൊക്കെ ആശയം മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. എല്ലാ ടെക്സ്റ്റുകളാണെങ്കിലും തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ടെക്സ്റ്റുകളും ഒരു ആശയം മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതിയാകും. അതേപോലെ തന്നെ ഒരു ടെക്സ്റ്റിലും കോൺവെർസേഷൻ നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാ ടെക്സ്റ്റിന് ശേഷമുള്ള ഈ ഒരു ഫിൽ ദ ബ്ലാങ്കും അതേപോലെ തന്നെ മേക്ക് ദ ഫോളോയിങ്ങും സെന്റൻസ് ഉണ്ടാക്കാനുള്ള വാക്കുകൾ നോക്കുക. സമയമുണ്ടെങ്കിൽ അവിടെയുള്ള ആദ്യത്തെ എക്സസൈസ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നാവും. അതേപോലെ തന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡൽഹിയിലെ ജാമിയ യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് നോക്കാനുള്ളത്. അതിലെന്താണ് ജവഹർലാൽ നെഹ്റു JNU, അതേപോലെ തന്നെ ഹംദർദ് യൂണിവേഴ്സിറ്റി, ഇഗ്നോർ യൂണിവേഴ്സിറ്റി അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മൂന്നാമത്തെ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിലും ഗാസിദ്ദീന്റെ ഒരു മദ്രസയെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ജസ്റ്റ് ഒരു ആശയം മനസ്സിലാക്കി വെച്ചാണ്ട് ഇങ്ങനെ പോയാൽ മതിയാവും. കോൺവെർസേഷൻ ഒക്കെ സ്കിപ്പ് ചെയ്യുക. അതേപോലെ തന്നെ അതിലുള്ള ഫിൽ ദ ബ്ലാങ്ക്സും മേക്ക് ദ ഫോളോയിങ്ങും സെന്റൻസ് ഉണ്ടാക്കാനുള്ള വാക്കുകളും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കണം. പിന്നെ അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഏഴാമത്തെ യൂണിറ്റ് ഈ തിബിയെ കുറിച്ച് നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൽ ആദ്യമായിട്ടുള്ളത് തിബിയെ കുറിച്ചൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിന്റെ ആശയം മനസ്സിലാക്കി വെക്കുക. അതേപോലെ ശേഷം വരുന്ന കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുക. രണ്ടാമത്തെ ടെക്സ്റ്റിൽ അറബി അഥവാ വസന്തകാലത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ടെക്സ്റ്റിന്റെ ഒരു ആശയം ജസ്റ്റ് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. ആ മനസ്സിലാക്കൽ മതിയാകുന്നതാണ്. അല്ലാതെ കൂടുതൽ വായിച്ച് സമയമുണ്ടെങ്കിൽ വായിക്കാം. അല്ലാതെ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട, വായിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ആശയം മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. പിന്നീട് മൂന്നാമത്തെ ടെക്സ്റ്റ് ഹദീഖത്തി മൻസിലി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് തീരെ ഇമ്പോർട്ടന്റ് അല്ല. അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം അതിൽ നിന്ന് ചോദ്യം വരാറില്ല. അപ്പോൾ ഈ ഒരു മൂന്ന് ടെക്സ്റ്റുകളും ഇതിലുള്ള മൂന്ന് ടെക്സ്റ്റുകളിൽ ആദ്യത്തെ രണ്ട് ടെക്സ്റ്റുകൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ചെയ്താൽ ഉപകാരപ്പെടും. മൂന്നാമത്തെ ടെക്സ്റ്റ് സമയമില്ലെങ്കിൽ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ടെക്സ്റ്റിന്റെയും അവസാനമുള്ള ഫിൽ ദ ബ്ലാങ്കും അതേപോലെ തന്നെ മേക്ക് ദ ഫോളോയിങ്ങും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. അതേപോലെ തന്നെ സെന്റൻസ് ഉണ്ടാക്കാനുള്ള വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. പിന്നീട് എട്ടാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ എട്ടാമത്തെ യൂണിറ്റിൽ ആദ്യമായിട്ടുള്ളത് സാഞ്ചി സ്തൂപയെ കുറിച്ചാണ് ആദ്യത്തെ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ആസാറുൽ താരിഖിയ ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചുള്ള എസ്സേ എഴുതാൻ വരാറുണ്ട്. അതേപോലെ തന്നെ ഡയലോഗുകൾ കോൺവെർസേഷനുകൾ എഴുതാൻ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ആസാറു താരിഖിയ അതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ എന്താവുക, ആശയങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ആശയം മനസ്സിലാകും. ആ ഒരു ക്ലാസ്സുകൾ കേട്ടാൽ മതിയാകും. അതേപോലെ തന്നെ ഇത് വായിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ വായിക്കാനുണ്ട്. സമയമുണ്ടെങ്കിൽ വായിക്കാം. അപ്പോൾ ഈ ഒരു സാഞ്ചി സ്തൂപയെ കുറിച്ച് പറയുന്നുണ്ട്. ആ സാഞ്ചി സ്തൂപയെ ഒന്നാമത്തെ ടെക്സ്റ്റിൽ ആ ഭാഗം നോക്കുക. അതേപോലെ തന്നെ ഇനി രണ്ടാമത്തെ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് പ്രധാനമായിട്ടും മഅബദ് ഷംസ് ബി കോണാർക്കിലുള്ള ഒരു സൺ ടെമ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. അതും നോക്കി വെക്കുക. കാരണം എസ് എഴുതുമ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി എഴുതാം. അപ്പോൾ കൂടുതൽ പേജുകൾ നമ്മൾ എസ് എഴുതേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൂട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ മൂന്നാമത്തേതാണെങ്കിൽ ഹ്യൂമയോന്റെ ഹ്യൂമയോൺ ആ ഹ്യൂമയോന്റെ ആ ഒരു ദൊരീഹാനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതും നോക്കി വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു മൂന്ന് ടെക്സ്റ്റുകളും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ആശയങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയോ. എസ്എ ക്വസ്റ്റ്യൻസിൽ എസ്എ എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് ഉപയോഗപ്പെടുക. അതേപോലെ തന്നെ ഈ ഓരോ ടെക്സ്റ്റിന്റെയും ശേഷമുള്ള ഫിൽ ദ ബ്ലാങ്കും മേക്ക് ദ ഫോളോയിങ്ങും ജുംല ഉണ്ടാക്കാനുള്ള വാക്കുകളുടെ അർത്ഥവും നോക്കി വെക്കൽ അനിവാര്യമാണ്. അതേപോലെ തന്നെ അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ നവാഫ, ഈ 9ാമത്തെ യൂണിറ്റിലുള്ള നവാഫയെ കുറിച്ച് എസ്എ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അഥവാ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചായിരിക്കും എസ്എ വരിക. ഒന്നുകിൽ നവാഫയെ കുറിച്ച്, അല്ലെങ്കിൽ ആസാറുൽ താരിഖിയെ കുറിച്ച്, അങ്ങനെയൊക്കെയാണ് എസ്എ വരാറുള്ളത്. അതുകൊണ്ട് ഈ ഒരു എല്ലാ ടെക്സ്റ്റുകളുടെയും ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് എസ്എ എഴുതാൻ ഉപയോഗിക്കും. അതേ ഒന്നാമത്തെ ടെക്സ്റ്റിൽ നവാഫയെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഫിസിക്കലായിട്ടുള്ള നമ്മുടെ വൃത്തിയും അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള വൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. അതും നോക്കി വെച്ചാൽ അതും എന്ത് ചെയ്യുക, ആശയം മനസ്സിലാക്കി വെക്കുക. പിന്നെ മൂന്നാമത്തെ ടെക്സ്റ്റ് മലാഖിയോ ബിർ പാഞ്ചാൽ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഏതായാലും
സമയമുണ്ടെങ്കിൽ നോക്കാം എന്നല്ലാതെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗത്ത് നിന്ന് 1ഉം 2ഉം ടെക്സ്റ്റുകൾ അതിന്റെ ആശയം മനസ്സിലാക്കി വെക്കുക, 3ാമത്തെ ടെക്സ്റ്റിന്റെ ആശയം മനസ്സിലാക്കി വെക്കണം എന്നില്ല. അതേപോലെ തന്നെ ഓരോ ടെക്സ്റ്റിന്റെയും അവസാനത്തിലുള്ള ഫിൽ ദ ബ്ലാങ്കും അതേപോലെ മാച്ച് ദ ഫോളോയിങ്ങും ജുംല ഉണ്ടാക്കാനുള്ള വാക്കുകളുടെ അർത്ഥവും മനസ്സിലാക്കി വെക്കുക. സമയമുണ്ടെങ്കിൽ എസ്സേ അതിലുള്ള ക്വസ്റ്റ്യനുകളെയും വായിച്ചു നോക്കിയാൽ നന്നാവും. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അവസാനത്തിൽ ഫിൽ ദ ബ്ലാങ്ക് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഡോട്ടുകൾ ഇട്ട എല്ലാം ഫിൽ ദ ബ്ലാങ്ക് ആയി കണക്ക് കൂട്ടരുത്. മറിച്ച് ഫിൽ ദ ബ്ലാങ്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇംലഉൽ ഫറാ എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഉണ്ട്, അത് മാത്രമാണ് നോക്കേണ്ടത്. മറ്റുള്ള പൂരിപ്പിക്കാനുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതുവരെയുള്ളത് കേട്ട് കഴിയുമ്പോൾ ഒരുപാട് പഠിക്കാനുള്ളത് പോലെ തോന്നുന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യൂണിറ്റുകളിലും 3 ടെക്സ്റ്റാണ് ഉണ്ടാവുക. ആ 3 ടെക്സ്റ്റിന്റെയും ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ സ്കിപ്പ് ചെയ്ത ടെക്സ്റ്റുകളുടെ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, അതിൽ നിന്നും ചോദ്യം വരാറേ ഇല്ല. അതേപോലെ തന്നെ ആ എല്ലാ ടെക്സ്റ്റുകൾക്ക് ശേഷവും ഒരു ഫിൽ ദ ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അതേപോലെ തന്നെ 4ാമത്തെ യൂണിറ്റ് മുതൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് കൂടിയുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. പിന്നെ അതേപോലെ സെന്റൻസ് ഉണ്ടാക്കാനുള്ള വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. പിന്നീട് സമയമുണ്ടെങ്കിൽ അതിന്റെ 1ാമത്തെ എക്സസൈസ് ആയിട്ടുള്ള ആ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അത്രയും കാര്യങ്ങളെ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞപ്പോൾ കൂടുതൽ വിശാലമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു 4 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ഒരു സെക്ഷനിൽ നമ്മുടെ എല്ലാ വർഷവും റിപ്പീറ്റ് ആയിട്ട് എല്ലാ വർഷവും തുടർച്ചയായിട്ട് വരാറുള്ള കുറച്ച് റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ചിലതിനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ടുള്ളത് ഒന്ന് ഡയലോഗാണ്, അഥവാ ഒരു കോൺവെർസേഷൻ. ഇതാണ് അധിക ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാറുണ്ട്. നമുക്ക് ഒന്നാമത്തെ പാഠം തന്നെ ഒരു തഹയ്യത്ത് തആറുഫ് ആണല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ പറയാം. കാരണം ഈ ഒരു ഡയലോഗ് എല്ലാ വർഷവും വരാറുണ്ട്, അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വരാറുള്ളത്. ഒന്നുകിൽ ഒരു സ്റ്റുഡന്റും ആ സ്റ്റുഡന്റ് അധ്യാപകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ കുട്ടിയും പിതാവുമായിട്ടുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസസ് അതിനെക്കുറിച്ചുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ വൃത്തിയെക്കുറിച്ചുള്ള കോൺവെർസേഷൻ. അത്തരത്തിൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കോൺവെർസേഷൻ തയ്യാറാക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇനി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ കഴിയുന്നതാണ് ഈ ഒരു കോൺവെർസേഷൻ എന്നുള്ളത്. അപ്പോൾ കോൺവെർസേഷന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക. അതിന്റെ തുടക്കത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത്, അതേപോലെ തന്നെ അവസാനത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. തുടക്കത്തിൽ നമ്മൾ സലാം പറഞ്ഞാൽ തുടക്കാറുള്ളത്, അതേപോലെ തന്നെ കൈഫ ഹാൽ അതൊക്കെ ചോദിക്കും. അതേപോലെ തന്നെ അവസാനം മഅസ്സലാമ എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്, ഫി അമാനില്ല എന്ന് പറയുന്ന സംഭവം, അതും കൂടി എഴുതി വെക്കുക. കോൺവെർസേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ രണ്ടാമത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം കൊടുക്കാറുണ്ട്, അഥവാ കോൺവെർസേഷൻ അല്ല, ടെക്സ്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗം കൊടുക്കാറുണ്ട്. അത് ടെക്സ്റ്റിന്റെ ആശയം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ഭാഗം തന്നെയാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ടെക്സ്റ്റ് മുഴുവൻ വായിച്ച് അർത്ഥമാക്കൽ നിർബന്ധമൊന്നുമില്ല, സമയമുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം. ഏതായാലും ടെക്സ്റ്റിന്റെ ഒരു ആശയം അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ടെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. എന്നിട്ട് ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു ഭാഗം കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് നോക്കിക്കൊണ്ട് തന്നെ അതിന്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. അതേപോലെ തന്നെ പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് ചില വേർഡുകൾ അല്ലെങ്കിൽ ചില എക്സ്പ്രഷനുകൾ എടുത്തെഴുതാൻ പറയാറുണ്ട്. അഥവാ ഒരു ടെക്സ്റ്റ് കൊടുക്കും, എന്നിട്ട് അതിൽ നിന്ന് മെഡിക്കൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ എടുത്തെഴുതുക. അത്തരത്തിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ തന്നെ എക്സ്പ്രഷനും എടുത്തെഴുതുക. ഇവിടെ പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പലർക്കും ചില സമയത്ത് മനസ്സിലാവാറില്ല. ഈ ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറയുന്ന സമയത്ത് പലപ്പോഴായിട്ടും പലരും ജുംലകൾ എഴുതി വെക്കാറുണ്ട്, അഥവാ സെന്റൻസുകൾ എഴുതി വെക്കാറുണ്ട്. ഒരിക്കലും സെന്റൻസ് അല്ല എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 വാക്കുകൾ കൂടി ചേർന്നാണ്ട് ഒരാശയത്തെ നൽകുന്നുണ്ടെങ്കിൽ അതിനാണ് എക്സ്പ്രഷൻ എന്ന് പറയാറുള്ളത്. അഥവാ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ എടുത്ത് എഴുതുക. അഥവാ നമ്മൾ ഒരു തിബിയ, അഥവാ നമ്മൾ മെഡിക്കൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ തിബ് എന്നുള്ളത് ഒരു വേർഡാണ്, അഥവാ മെഡിസിൻ എന്നുള്ളത് എന്താണ്, തിബ് എന്നുള്ളത് ഒരു വേർഡാണ്. അതേപോലെ തന്നെ സിയാഹത്ത് തിബിയ എന്നുള്ളത് ഒരു എക്സ്പ്രഷനുമാണ്. അപ്പോൾ സിയാഹത്ത് തിബിയ 2 വാക്കുകൾ ചേർന്നാണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വാക്കാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിയാഹത്ത് തിബിയ എന്നുള്ളത് ഒറ്റ എക്സ്പ്രഷനാണ്. അത്തരത്തിലുള്ള എക്സ്പ്രഷനാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടതായിട്ടുള്ളത്. ഒരിക്കലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ജുംലകൾ, സെന്റൻസുകൾ ഒരിക്കലും എടുത്തെഴുതാൻ പാടില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് തന്നാണ്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ചില ഏതെങ്കിലും ഒരു ഭാഗങ്ങളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് വായിച്ച് മനസ്സിലാക്കി അതിന്റെ ആശയം നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ആശയം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതിയാകും. അപ്പോൾ ഒരു ആശയം അറിയുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനും കഴിയും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുള്ളത് കഥകൾ എഴുതാനാണ്, അഥവാ ഷോർട്ട് സ്റ്റോറികൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 100 വാക്കുകളോ അല്ലെങ്കിൽ 150 വാക്കുകളിലൊക്കെ ഷോർട്ട് സ്റ്റോറികൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോഴൊക്കെ ആയിട്ട്, അഥവാ അപൂർവമായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൂടെ പറയാറുണ്ട്. ട്രാൻസ്ലേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ കഴിയുമെങ്കിൽ ഒരു സ്റ്റോറി എന്ത് ചെയ്യുക, അറബിയിൽ ഒരു സ്റ്റോറി ഓർത്ത് വെച്ച് പോവുക. ഈ സ്റ്റോറി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരീക്ഷയ്ക്കും, അഥവാ ML2ന്റെ പരീക്ഷയ്ക്കും അത് നമുക്കത് ഉപയോഗപ്പെടും. അപ്പോൾ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു അറബിക് സ്റ്റോറി പഠിച്ചു വെക്കുക. അതേപോലെ ഷോർട്ട് എസ്സേകൾ എഴുതാൻ വരാറുണ്ട്. ഷോർട്ട് എസ്സേ എഴുതുന്ന സമയത്ത്
കഴിയുമെങ്കിൽ നമുക്ക് കഴിയുന്ന അത്രയും എന്ത് ചെയ്യുക, വലിച്ചു വാരി എഴുതുക. അതേപോലെ തന്നെ അതത്ര പോയിന്റുകൾ ഇല്ലെങ്കിലും എന്താണോ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിയുന്ന അത്രയും കൂടുതൽ എഴുതുക, പേജുകൾ നിറക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റിന്റെ ആശയങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. അഥവാ നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഓരോ യൂണിറ്റിന്റെ പേരുകൾ വെച്ചാണ് അധികം ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഒന്നെങ്കിൽ എന്താണ് തൊബിയാത്ത് അഥവാ നേച്ചറിനെ കുറിച്ച് ക്വസ്റ്റ്യൻ എഴുതുക, അല്ലെങ്കിൽ നദാഫത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ എഴുതുക, മെഡിക്കൽ ടൂറിസത്തെ കുറിച്ച് ക്വസ്റ്റ്യൻ എഴുതുക, അല്ലെങ്കിൽ ഗൾഫ് കൺട്രികളെ കുറിച്ച് ക്വസ്റ്റ്യൻ എഴുതുക, എസ് എഴുതുക. അത്തരത്തിലുള്ള എസ് എ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അഥവാ നമ്മുടെ യൂണിറ്റുകളുടെ ഹെഡിങ് വെച്ചാണ്ടാണ് ഈ എസ് എ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ എല്ലാ യൂണിറ്റിൽ നിന്നുള്ള ഒരു ആശയം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എസ് എഴുതിയാൽ മതിയാവും. അതിന് കൂടുതൽ നല്ല മോടി പിടിപ്പിച്ച വാക്കുകളൊന്നും വേണമെന്നില്ല, നമ്മൾ അറിയുന്ന രീതിയിൽ നമ്മുടെ ഭാഷയിൽ എഴുതിയാൽ മതിയാവും. അതേപോലെ എല്ലാ വർഷവും അല്ലെങ്കിൽ മിക്ക വർഷങ്ങളിലും വരാറുള്ള മറ്റൊരു എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ട്. അറബി ഭാഷയെ കുറിച്ച് എസ് എഴുതുക, അറബി ഭാഷയുടെ ഉപകാരങ്ങൾ, അത് പഠിച്ചതുകൊണ്ടുള്ള ഉപകാരങ്ങളെ കുറിച്ച് എസ് എഴുതുക, അതേപോലെ തന്നെ അറബി ഭാഷയുടെ വെല്ലുവിളികളെ കുറിച്ച് എസ് എഴുതുക. ആ ഒരു രീതിയിലുള്ള അറബി ഭാഷയെ കുറിച്ചുള്ള എസ് എ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിന്റെ ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്ട് എസ് എ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എസ് എ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെന്റൻസ് ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ നേരത്തെ ചാപ്റ്റർ വൈസിൽ പറഞ്ഞിരുന്നു, ആ സെന്റൻസ് ഉണ്ടാക്കാനുള്ള വാക്കുകൾ നോക്കി വെക്കാൻ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ തന്നെയാണ് അധികവും വരാറുള്ളത്. ആ വാക്കുകളുടെ അർത്ഥം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വാക്കുകളായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ജുംലകൾ ഉണ്ടാവുക, സെന്റൻസുകൾ ഉണ്ടാക്കുക. സെന്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ അറിയാത്ത സെന്റൻസുകളോ അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകളോ ഉണ്ടാക്കിയാണ് തെറ്റിക്കരുത്. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാക്കുക, നമുക്കറിയുന്ന ഉറപ്പുള്ള സെന്റൻസുകൾ ഉണ്ടാക്കി എഴുതുക. സെന്റൻസുകൾ എഴുതുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചാണ് സെന്റൻസ് എഴുതുക. അല്ലാതെ ഒരു സെന്റൻസ് എഴുതി തുടങ്ങി അത് പിന്നെ വെട്ടാനോ നിൽക്കരുത്. വെട്ടുന്നതിന് അറിയുന്നില്ലെങ്കിൽ വെട്ടുക, അല്ലെങ്കിൽ വെട്ടുകൾ കൂടുതൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഏതായാലും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാറുള്ളത് വേർഡുകൾ എഴുതാനാണ്. അഥവാ ഓരോ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 10 വാക്കുകൾ എഴുതുക എന്ന് പറയാറുണ്ട്. അഥവാ സിയാർത്ത് തിബിയുമായിട്ട് ബന്ധപ്പെട്ട 10 വാക്കുകൾ അല്ലെങ്കിൽ 10 എക്സ്പ്രഷനുകൾ എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ തൊബിയാത്ത് അല്ലെങ്കിൽ എന്താണ് നാച്ചുറുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 വാക്കുകൾ 10 എക്സ്പ്രഷനുകൾ എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ 10 വാക്കുകളും 10 എക്സ്പ്രഷനുകളും പഠിച്ചു വെക്കുക. അത് ഓരോ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വാക്കുകൾ 10 വാക്കുകളോ അല്ലെങ്കിൽ 20 വാക്കുകളോ ഒക്കെ പഠിച്ചു വെക്കുക. എക്സ്പ്രഷന് കൂടെ പഠിച്ചു വെക്കാൻ നോക്കണം. അതേ ക്വസ്റ്റ്യൻസിലും വാക്കുകളോ അല്ലെങ്കിൽ എക്സ്പ്രഷനുകളോ എന്നാണ് ചോദ്യം വരാറുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതിയാകും. ഇനി സമയമുണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ യൂണിറ്റിൽ നിന്നും കുറച്ച് വാക്കുകൾ എക്സ്പ്രഷനുകൾ എന്ത് ചെയ്യുക, മനഃപ്പാഠമാക്കി വെക്കുക. അത് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ഒന്നാം വിഷയത്തിൽ നിന്നുള്ള ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫസയിൽ ഇത്രയും ഭാഗങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ പറയുമ്പോൾ കുറേ ഉള്ളത് പോലെ തോന്നുന്നുണ്ടെങ്കിലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് 4 കാര്യങ്ങളെ നോക്കേണ്ടതുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ കഴിയും. അപ്പോൾ വളരെ കുറച്ച് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനും കഴിയും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.